ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടി ഇനി ഒരിക്കലും നടക്കില്ലെന്ന്. ലോകം പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി നടക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയാവണമെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. സാധാരണ കുടുംബത്തിൽ 20ാമത്തെ കുട്ടിയായി ജനിച്ചവളായിരുന്നു വിൽമ റോഡോൾഫ്. തൻ്റെ 4ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടതുകാല് തളർന്ന അവൾ ഇരുമ്പ് ചട്ടകൾ ധരിച്ചുകൊണ്ടായിരുന്നു അവളുടെ നടത്തം. മറ്റുള്ളവർ അവളെ സഹതാപത്തോടെ നോക്കിയപ്പോൾ തൻ്റെ സ്വപ്നങ്ങളെ ഓർത്ത് വിൽമ പുഞ്ചിരിച്ചു. 12ാം വയസ്സിൽ ആ ചട്ടക്കൂടുകൾ വലിച്ചെറിഞ്ഞ് അവൾ നടക്കാൻ പഠിച്ചു. പിന്നീട് അവൾ ഓടാൻ തുടങ്ങി. ഒടുവിൽ 1960 ഒളിമ്പിക്സിൽ ലോകം അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു കാലത്ത് നടക്കാൻ പോലും കഴിയില്ലെന്ന് വിധിയെഴുതിയ ആ പെൺകുട്ടി അതേ ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡലുകൾ ലോകത്തെ ഏറ്റവും വേഗമേറിയ വനിതയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വിൽമയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ 3 പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, സാഹചര്യങ്ങളല്ല നിങ്ങളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ശാരീരികമായോ സാമ്പത്തികമായോ ഉള്ള പരിമിതികളല്ല നിങ്ങളുടെ വിജയം നിശ്ചയിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തളരരുത്. ലോകം അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. മൂന്നാമത്തെ കാര്യം, ആത്മവിശ്വാസമാണ്. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം പോലും വഴിമാറി തന്നേക്കും. നിങ്ങളുടെ ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാവാം, വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, വീഴുന്നതല്ല പരാജയം, വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. എഴുന്നേൽക്കുക, കുതിക്കുക, വിജയം നിങ്ങളുടേതാണ്.